കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞുള്ള അപകടത്തിൽ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, നേരത്തെ തഹസിൽദാരുടെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു, ഒരാളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ കണ്ണൻ എന്ന് പറയുന്ന ആൾ നീന്തിപ്പോകുന്നത് കണ്ടു എന്നൊരു പ്രതികരണം അവരിൽ നിന്നുണ്ടായി എന്നത്. അത് ആശ്വാസകരമാണ്. പിന്നെ നീന്തൽ അറിയാവുന്ന ആളാണ് ഈ കണ്ണൻ എന്നുള്ളതും ആശ്വാസകരമാണ്. പുതിയ വിവരങ്ങൾ എന്താണ് പങ്കുവയ്ക്കാനുള്ളത് ടോബി? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നീന്തലറിയാൻ നീന്തിപ്പോകുന്നത് കണ്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നീന്തി കയറിയിട്ടുണ്ടോ അതോ എവിടെയെങ്കിലും ചുഴിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു തിരച്ചിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടെയുണ്ട്. മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരും എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഫയർഫോഴ്സിന്റെ ഒരു സ്കൂബ സംഘം ആ നടുക്ക് തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടെ തന്നെ മറ്റേതെങ്കിലും തുരുത്തിലോട്ടം വല്ലതും നീന്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതും അങ്ങനെയും പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു കണക്ക് ഔദ്യോഗികമായി നേരത്തെ തഹസിൽദാർ പറഞ്ഞതുപോലെ 22-23 പേർ ആണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഈ കരയിൽ ഞാനിപ്പോൾ നിന്ന കരയിൽ 19 പേരും അപ്പുറത്ത് 3 പേരുമുണ്ട്. അപ്പോൾ 22, ഒരാളാണ് മിസ്സിംഗ് എന്ന് പറയുന്നു 23. അങ്ങനെ നോക്കുകയാണെങ്കിൽ 23 പേരാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 23 പേർക്ക് കയറാൻ സാധിക്കുന്ന വലിയ വള്ളമാണിതെന്ന് പറയുന്നുണ്ട്. സ്ഥിരമായി അത്തരത്തിലുള്ള വള്ളത്തിൽ സഞ്ചരിക്കുന്ന, എന്നാൽ ഈ ശക്തമായ കാറ്റടിച്ച് തിരമാല പോലെ ഈ വെള്ളം ഉയർന്നു വന്നതാണ് ഈ ബോട്ട് മറിയാൻ കാരണമായതെന്ന് പറയുന്നു. എന്തായാലും ഈ ബോട്ട് മറിഞ്ഞപ്പോൾ തന്നെ ആളുകൾ അതിൽ പിടിച്ച് ആ മറിഞ്ഞ ബോട്ടിൽ തന്നെ പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിച്ചത്. മറ്റ് ഒരു ചെറിയ വള്ളം കൂടി ഉടൻ തന്നെ അവിടേക്ക് കക്കവാരുന്ന ഒരു വള്ളം കൂടി അവിടേക്ക് വന്നു. ആ വള്ളത്തിൽ കയറി പലരും രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും വലിയൊരു അത്യാഹിതം നടക്കേണ്ടതായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ മിസ്സിംഗ് ഉള്ളത്. ബാക്കിയുള്ളവർക്കെല്ലാം രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഒന്ന് ഈ യാത്ര പുറപ്പെട്ട് അധികം ദൂരെ അല്ലാതെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത്. മറ്റൊന്ന് ഈ അപകടം കണ്ട് വളരെ വേഗത്തിൽ തന്നെ അവിടേക്കൊരു വെള്ളം എത്തി, അതിൽ പിടിച്ചു നിൽക്കാൻ ആളുകളോട് പറഞ്ഞു. അതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി അല്ലേ ടോബി? അപ്പുറത്തെ തിരയൊന്ന് കാണിക്കണം. തീർച്ചയായിട്ടും അത് തന്നെ. അതായത് ഈ വള്ളം ഇവിടേക്ക് എത്തി, ആ സ്ത്രീകൾ നമ്മളോട് സംസാരിച്ച പോലെ അവർ പറയുന്ന, അവർ വള്ളത്തിൽ കയറിയപ്പോൾ തന്നെ ആടി ഉലയുന്നുണ്ടായിരുന്നു വള്ളം. അപ്പോൾ നടുക്ക് വശത്ത് അവർ പാവിരിച്ചിരുന്നു. അതായത് കൂടുതൽ വള്ളം ആടി ഉലയാതിരിക്കുന്നതിന് വേണ്ടി ആ നടുക്ക് വശത്ത് അവർ ഇരുന്നു എന്നാണ് പറയുന്നത്. വള്ളത്തിന് നടുവിലായി അവർ ഇരുന്നു. അതിനുശേഷം മുന്നോട്ട് പോയി ഈ കരയിലേക്ക് എത്താറാകുന്നതിന് തൊട്ട് മുൻപാണ് ഈ അപകടം ഉണ്ടായത്. അതായത് അധികം ദൂരമില്ല ഈ കരയിലേക്കെന്ന് ആണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ഈ വള്ളം മറിഞ്ഞ് മുങ്ങിപ്പോയില്ല. വള്ളം മറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് ഈ വള്ളത്തിന്റെ കയറിലും മറ്റും പിടിച്ച് അവർക്ക് നിൽക്കാൻ സാധിച്ചു. അങ്ങനെ നിൽക്കാൻ സാധിച്ചതാണ് ഒരു ആശ്വാസമായത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം പെട്ടെന്ന് നടത്താൻ സാധിച്ചു. ഉടൻ തന്നെ അവിടെ കക്കവാരിക്കൊണ്ടിരുന്ന ഒരു വള്ളവും അവിടേക്ക് വന്ന് ഓരോരുത്തരെയായി രക്ഷിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരും അതിനോടൊപ്പം ആ രക്ഷാപ്രവർത്തനത്തോടൊപ്പം ചേർന്നു. അവരെല്ലാം ഈ നീന്തൽ അറിയത്തില്ലാത്ത സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇവിടേക്ക് കയറ്റി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരാൾക്ക് വേണ്ടിയുള്ള, ഈ കണ്ണന് വേണ്ടിയുള്ള ഏകദേശം 50 വയസ്സോളം ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ കണ്ണന് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അപ്പുറത്തെ വശത്ത്, അതായത് നമുക്കിപ്പോൾ കാണാം ഒരു ബോട്ട് അവിടെയുണ്ട്. ആ പ്രദേശത്തായിട്ട് 3 പേര് കൂടിയുണ്ട്. അവർ ആ സൈഡിലേക്കാണ് നീന്തി കയറിയത്. നീന്തൽ അറിയാവുന്നവരായതുകൊണ്ട് തന്നെ ആ വശത്തേക്ക് അവർ നീന്തി കയറി. അങ്ങനെ അവർ അവിടെയും സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസും കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ആരൊക്കെ ഒപ്പമുണ്ടായിരുന്നു, ആരൊക്കെ വള്ളത്തിലുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ, പരിചയക്കാരെല്ലാം കൃത്യമായി നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ച് അത് ഒന്ന് കൺഫേം ചെയ്യുകയാണ്. കാരണം കൂടുതൽ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായൊരു കണക്ക്, അതായത് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 22-23 പേരുണ്ട് എന്നാണ്. അവരെല്ലാവരും തന്നെ സുരക്ഷിതരാണ്. ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സുരക്ഷിതരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടെയുള്ളവരും സുഹൃത്തുക്കളും ആരും തന്നെ. പുഴയിലെ തെരച്ചിലിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ തെരച്ചിൽ നടക്കുന്നത് കാണാം. ഈ ടോബി നിൽക്കുന്നതിന്റെ മറുകര എന്നത് ഈ വീടുകളൊക്കെ ഉള്ള ഭാഗമാണോ? അവിടേക്ക് ഞാൻ നീന്തി കയറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഈ കരയിലും തെരച്ചിലും പരിശോധനയൊക്കെ അവർ നടത്തുന്നുണ്ടോ നാട്ടുകാർ? ഒരുപക്ഷെ ക്ഷീണിതനായ അവിടെയെങ്ങാൻ ഇരിപ്പുണ്ടോ ഈ കണ്ണൻ എന്ന് പറയുന്ന ആളെന്ന് അറിയില്ല. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനയും തെരച്ചിലൊക്കെ അവിടെ നടക്കുന്നുണ്ടോ ടോബി?
തീർച്ചയായിട്ടും അദ്ദേഹം പോകാൻ സാധ്യതയുള്ള തുരുത്തുകളാണ്, പല സ്ഥലങ്ങളും തുരുത്തുകളാണ്, കായലുമായി ചേരുന്ന ഭാഗമാണ്. അപ്പോൾ ആ പ്രദേശത്തേക്കൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില പരിശോധനകൾ കൂടി വള്ളങ്ങളിലൊക്കെ, ചെറുവള്ളങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ദൂരമൊക്കെ നീന്താൻ സാധിക്കുന്ന ഒരാളാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്കൂബ ടീം നടുക്ക് തന്നെ പരിശോധന നടത്തുന്നത്. കാരണം ഇത്രയും ശക്തമായി കാറ്റ് വീശുന്നുണ്ട്, തിരമാലകളുണ്ട്, ഒഴുക്കുണ്ട്, കായലുമായി ചേരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ കാട്ടിക്കുന്ന് പാണാവള്ളി മേഖലയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അറിയാവുന്ന ആളുകളെല്ലാം തന്നെ ഈ പരിശോധനയിൽ പങ്കാളികളാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്, പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വിവരവും നമുക്ക് അറിയാൻ സാധിക്കും. ടോബി ജോൺസനാണ് അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അവിടെ പുഴയിൽ ഇപ്പോൾ സ്കൂബ ടീമിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. വള്ളം മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. ഏതാണ്ട് 23 പേർ ആ വള്ളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ യാത്രക്കാരിൽ നിന്ന്, അപകടത്തിൽപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു കരയിൽ ഏതാണ്ട് 19-18 പേർ ഒരു കരയിലുണ്ട്. അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അവരിപ്പോൾ അവിടെ ഒരു വീട്ടിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. അവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്. വലിയൊരു ആഘാതം അവർക്കുണ്ട്, ഈ അപകടത്തിൻ്റെ ആഘാതം. അതുകൊണ്ട് അധികം പ്രതികരണം അവരുടേത് തേടുക ഈ ഘട്ടത്തിൽ ശരിയല്ല. എങ്കിലും അവർ ആ അപകടത്തെക്കുറിച്ച് നേരത്തെ വിവരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നടുക്കം അവർക്ക് വിട്ടുമാറിയിട്ടില്ല. മറുകരയിൽ 3 പേരുണ്ട് എന്നുള്ളതാണ് നേരത്തെ തഹസിൽദാരൊക്കെ പറഞ്ഞത്. അവരെ കൂടി ഈ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന് ചെറു വള്ളങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ ഈ കരയിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഈ അപകടത്തിൻ്റെ ഒരു ആഘാതത്തിലായതിനാൽ വളരെ വേഗത്തിൽ ആ നടപടി വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവരെ അവിടെ സുരക്ഷിതമായി നിർത്തിയിരിക്കുകയാണ്. ഒരാളെക്കുറിച്ചാണ് വിവരമില്ലാത്തത്, കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് വിവരം ഇല്ലാത്തത്. നേരത്തെ തഹസിൽദാർ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ കണ്ണൻ എന്ന് പറയുന്ന ആൾ നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. നീന്തി മറുകരയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എവിടെയെങ്കിലും ക്ഷീണിതനായി ഏതെങ്കിലും തുരുത്തിലിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതിൻ്റെയൊക്കെ ഭാഗമായുള്ള പരിശോധന അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു നല്ല വാർത്ത തന്നെ അതുമായി ബന്ധപ്പെട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഈ പുഴയ്ക്ക് നടുവിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല, ഇനിയും ആരെയും രക്ഷപ്പെടുത്താൻ ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായുള്ള പരിശോധനയും ഈ കണ്ണൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് വിവരമില്ലാത്ത പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധനയുമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്താണ് അപകടത്തിന് കാരണം എന്നത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ കാലാവസ്ഥ ഒരു തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഇത്രയും പേർക്ക് കയറാൻ കഴിയുമായിരുന്നോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതാണ്ട് 22-23 പേർ ആ വള്ളത്തിലുണ്ടായിരുന്നു. നാട്ടുകാരിൽ ചിലരൊക്കെ പറയുന്നത് സാധാരണ നിലയിലാണെങ്കിൽ അത്രയൊക്കെ ആളുകളെ കയറ്റി ആ വള്ളം പോകുന്നതാണ് എന്ന് പറയുന്നു. ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്.